ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മീൽസിൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് ഞാനൊരു 3 ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് സാമ്പാർ, ചേന ഫ്രൈ, രസം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചോറിന് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 കറികളാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചേന ഫ്രൈ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു 1/2 കിലോ ചേന ഇതേപോലെ ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു 2 വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നമുക്കൊന്ന് വറുക്കാം. ഈ ഒരു കറിവേപ്പിലയും പച്ചമുളക് ഇഞ്ചിയും ഒക്കെ നല്ല മൂത്തൊന്ന് മണം വരുന്നത് വരെ നിങ്ങളിതിനൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. അധികം അങ്ങനെ കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചേന കട്ട് ചെയ്ത് വെച്ച് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രസത്തിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പച്ചമല്ലി, 1 വെളുത്തുള്ളി, 1 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ. ഇനി നമുക്ക് രസം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. രസം തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രസം തയ്യാറാക്കുമ്പോൾ ചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 5 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കടുക് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പൊടിക്കുന്ന സമയത്ത് കടുക് ഇട്ടത് കൊണ്ട് തന്നെ കടുക് പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്. നമുക്കൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി നല്ലതായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് നോർമൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ രസത്തിൻ്റെ മസാലക്കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം.
ഇതിൽ കുറച്ച് മല്ലിയിലിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് മുരിങ്ങ സാമ്പാർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 കായ്മുളക് കീറിയത്, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 20 ചെറുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ചെറിയുള്ളി കട്ടൊന്നും ചെയ്യണ്ട, ഈ രൂപത്തിൽ തന്നെ ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 2 മുരിങ്ങ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത്, ഇതൊരു 3 മിനിറ്റ് നേരം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം ഞാനൊരു മുരിങ്ങയും ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടെടുക്കാം. തക്കാളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് മുരിങ്ങ വേവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിരുന്നു. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മുരിങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ മുരിങ്ങ വെന്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ചെറുപയർ പരിപ്പുണ്ടല്ലോ, ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് 2 വിസിലിട്ട് കുക്ക് ചെയ്തെടുത്തത് വേവിച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതൊന്ന് ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ മുരിങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ സാമ്പാർ പോലെയല്ല, ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. മീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് 5ാമത്തെ മീൽസാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. മുമ്പത്തേത് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നമുക്ക് ഇതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.